ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വൃശ്ചിക മാസത്തിൽ ഈ നക്ഷത്രങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ധനുക്കൂർ നോക്കാം, മൂലം, പൂരാടം, ഉത്രാടം, ഈ 3 നാളുകളുടെ നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് ടച്ച് ചെയ്ത് വെച്ചാൽ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പണമിടപാടുകളിൽ കൃത്യത പുലർത്തുവാൻ കഴിയാതെ വരും. അതായത് നമ്മൾ കൊടുക്കൽ വാങ്ങൽ എന്നുള്ളതിൽ കൃത്യത പാലിക്കാൻ കഴിയാതെ വരും. അപ്രതീക്ഷിത ഭാഗ്യഭംഗം ഉണ്ടാവാം. അതായത് അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യത്തിൽ ഭംഗം വരാം. അതായത് ഭാഗ്യം വരാതിരിക്കുന്നതാണെങ്കിൽ ചെറിയൊരു ഭംഗമൊക്കെ സംഭവിക്കാം. ഗൃഹനിർമ്മാണത്തിൽ തടസ്സം ഉണ്ടാകും. വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ തടസ്സം ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രശസ്തി ഉണ്ടാക്കുന്നൊരു സമയമാണ്. നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്ന പല കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ അവിചാരിതമായിട്ടുണ്ടാവാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് സാധിച്ചെടുക്കാമെന്ന് തോന്നുമെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ അതിലുണ്ടാവാം. മാസമധ്യത്തിന് ശേഷം സ്ഥിതിഗതികൾ അനുകൂലമാകും. അതായത് പകുതി കഴിഞ്ഞിട്ട്, മാസം പകുതി കഴിയുമ്പോഴത്തേക്ക് അനുകൂലമാകും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും. തീർത്ഥയാത്രകൾ നടത്തും. മാസം പകുതി ആയതുകൊണ്ട് തന്നെ നല്ലതായിരിക്കും. അങ്ങോട്ട് അസ്വസ്ഥതകളൊക്കെ ശമിക്കും. കുടുംബത്തിൽ നിന്ന് തീർത്ഥയാത്ര നടത്തും. തീർത്ഥയാത്ര പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പുതിയ ഭൂമി വാങ്ങാനൊരു തീരുമാനമെടുക്കും. തീരുമാനം നേരത്തെ മുതൽ അനാലോചനയിലുണ്ടെങ്കിൽ അത് തീരുമാനത്തിലെത്തുന്നൊരു സമയമാണിത്. ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി ലഭിക്കാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. താൽക്കാലികമായിട്ടുള്ള ജോലിയൊക്കെ ഉണ്ടായിരുന്നവർക്ക് സ്ഥിരപ്പെടാനുള്ള സാധ്യതയുണ്ട്. വ്യാപാരത്തിലൊക്കെ നല്ല വിജയം കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്തൊക്കെ നേട്ടം കൈവരിക്കാൻ സാധ്യതയുണ്ട്. സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള സമയമാണ്. അനുകൂലമായ ഒരു സാഹചര്യമാണിപ്പോൾ. ആരോഗ്യനില തൃപ്തികരമായ ഇപ്പോഴത്തെ സമയം. ശത്രുക്കൾ ഒക്കെ മിത്രങ്ങളായി വരും. മിത്രങ്ങളാകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ശത്രുക്കൾ മിത്രങ്ങളായി മാറും. ദൂരയാത്ര കൊണ്ട് ഗുണമുണ്ടാകും. ദൂരേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകും. പ്രണയ സാഫല്യം ഉണ്ടാകും. അതായത് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കല്യാണത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രണയ സാഫല്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ആഡംബര വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവ സമ്മാനമായിട്ട് ലഭിക്കും. അതായത് ആഡംബരമായിട്ടുള്ള വസ്തുക്കളോ കുറച്ച് വില കൂടിയതുമായ വസ്തുക്കളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണിപ്പോൾ. നമ്മുടെ ഈ ഗുണങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനായിട്ട്, നമ്മുടെ ദോഷം മാറുന്നതിനുമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചുവന്ന ചെമ്പരത്തിപ്പൂവ്, ചെമ്പകപ്പൂവ് ഒക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ജന്മനാളിൽ ദേവിക്ക് കുങ്കുമാഭിഷേകം നടത്തുന്നത് നന്നായിരിക്കും. അത് ചുവന്ന റോസ, റെഡ് കളറിലെ ചുവപ്പ് റോസ പൂവുണ്ട്, അതിൻ്റെ മാല വാങ്ങി നൽകിയാലും നന്നായിരിക്കും. പിന്നെ ജന്മനാളിൽ ദേവിക്ക് അഭിഷേകം നടത്തുന്നതും നന്നായിരിക്കും. ദേവിയുടെ ഇഷ്ട വഴിപാടാണ് കുങ്കുമാഭിഷേകം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു മാസത്തിൽ കാണുന്ന മാറ്റങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.